ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോയ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം തീർന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ 1 കപ്പ് സോയ, ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. അത് മൊത്തം എടുക്കുകയാണ്, നമ്മുടെ ആവശ്യത്തിന് എടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാനത് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സോയ വേകുമ്പോഴത്തേക്കും ഉപ്പ് അതേ പിടിക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് സമയം ഉണ്ടാകും, ഒത്തിരി വെന്തങ്ങ് പോവും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഒരു മീഡിയം രീതിയിൽ വെന്ത വെച്ചാൽ മാത്രമേ. അപ്പം ഇത് ഒരു പകുതി വേവാകട്ടെ. ഇപ്പം ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നമുക്കിങ്ങനെ തേണ്ട ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഇതങ്ങ് നിർത്താം. ഇതേപോലെ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് കോരി അങ്ങോട്ടിടും. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സൊക്കെ ഒന്ന് തണുക്കണം. അടുത്ത വെള്ളത്തിലായിട്ടിരിക്കുന്നത്, എന്നാൽ ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം അതെടുക്കാൻ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ അവിടെ പിഴിഞ്ഞങ്ങോട്ട് എടുക്കണം, ഞെക്കി പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞതിൻ്റെ അകത്ത് നിന്ന് ഈ വെള്ളം അങ്ങ് പോകണം. കാരണം ഇതിൻ്റെ അകത്തൊരു കട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വേവിച്ചൊക്കെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞങ്ങ് എടുക്കട്ടെ. ഇപ്പം ഞാൻ ഈ 1/2 കിലോ എടുത്തതിൻ്റെ കാര്യമാണെന്ന് അറിയാം. ഇവിടെ വലിയ ഇഷ്ടമാണ് ഇതേപോലെ ഫ്രൈ ഒക്കെ കഴിക്കാൻ. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഇതിന് വെള്ളമെല്ലാം ഞെക്കി പിഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ ഒരു ബേസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ കൊണ്ട് ചേർക്കാം. മുളക് പൊടി ഞാനൊരു 1.5 ടീസ്പൂണ് അളവിൽ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് 1 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിലുണ്ട്, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്ര ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഐറ്റങ്ങളൊക്കെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പൊടിയായിട്ടല്ല നമ്മളൊന്ന് ചതച്ചെടുത്തതാണ്, പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലവറാണ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയൊക്കെ, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്, അതിനോട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന അരിപ്പൊടി, അതുകൊണ്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമേ തന്നെ സ്പൂണൊന്ന് ഇളക്കി സോയ ചങ്ക്സ് നമ്മൾ റെഡിയാക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതിപ്പോൾ രണ്ടാമത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതുണ്ട്, ആ കോട്ടിങ്ങൊക്കെ അത് പിടിക്കണം. അപ്പം നമ്മൾ സോയ വേവിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു പക്ഷേ ഉപ്പ് വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരല്പം എടുത്ത് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അല്പം പോലും വെള്ളം ഞാൻ രണ്ടാമത് ഒഴിച്ചിട്ടില്ല. ഉണ്ടോ, ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് മസാലയൊക്കെ അതേ പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കി അടുപ്പ് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് വറുത്തെടുക്കണ്ടേ, ആ രീതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിൽ വേണേൽ നമുക്കിഷ്ടമുള്ള ചേർക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയൊക്കെ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഈ പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഇതേപോലുള്ള അടുപ്പിലൊക്കെ ആകുമ്പോഴത്തേക്കും തീ കൂട്ടി തന്നെ വെക്കണം. എണ്ണയ്ക്കകത്തിട്ട് ഇട്ട ഉടനെ ഇളക്കല്ല, ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അതിൻ്റെ ആ കോട്ടിങ് പോകാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഇളക്കി കൊടുക്കില്ല, കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴത്തെ ഒരുവിധമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരാം. ഇപ്പോൾ എണ്ണയൊക്കെ നിർത്തി അങ്ങോട്ട് കോരുക.
അപ്പോൾ അതിൻ്റെ ഈ ഒരു രീതിക്ക് വേണം ബാക്കിയൂടെ വാർത്തെടുക്കാനായിട്ട്. ഒന്ന് ഇളക്കി പതുക്കെ ഒന്ന് ഇളക്കി. അപ്പോൾ നേരത്തെ വറുത്ത പോലെ തന്നെ ഇതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതുകൂടെ വറുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് കോരിക്കൊണ്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ചെറുതായിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി അതേപോലെ ഇഞ്ചിയുണ്ട്, അതങ്ങോട്ട് ഇട്ടിടും. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് ഞാനിടുന്നത്. ഇപ്പം വേറെ ഇപ്പം ഈ എണ്ണ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ എണ്ണ എടുത്ത് ഒഴിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കത് ആദ്യമേ നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 250 ഗ്രാം അളവിൽ ചെറിയ ഉള്ളിയാണ് ഇതേപോലെ 2ആയിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നത്. ആ ഉള്ളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ സവോള ഒഴിവാക്കിയെന്ന് വെച്ചാൽ സവോളയെക്കാട്ടും നല്ലത് തീർച്ചയായിട്ടും ചെറിയ ഉള്ളി തന്നെ. ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുള്ളൂ. 1-2 തണ്ട് കറിവേപ്പില അവിടെ വിട്ട് എല്ലാം കൂടെ കൂട്ടി ഒന്ന്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് മതി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂണ്, 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ്, നമുക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് അതിനോട്ട് ഒഴിച്ച് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ഈ ഗ്രേവിക്കകത്ത് ഒരല്പം ഉപ്പ് പൊടി മതി. കാര്യം സോസിനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഈ സോസൊക്കെ ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇനി ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഈ അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. കാരണം ഈ സോയ ചങ്ക്സിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റവും പിടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കണം. എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഈ രീതിക്കാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് തന്നെയാണ്. അടുപ്പൊക്കെ നിർത്താം. സോയ ചങ്ക്സ് കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ ഈ രീതി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കണം. നല്ല പൊളി ഐറ്റം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യം കേട്ടോ. പിന്നെ ചിലവൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ സോയ ഫ്രൈ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പൊളിക്കുന്ന സാധനം തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.